ചുട്ടുമണ്ണിൽ വീട്ടിലെ മാത്തുക്കുട്ടിക്കും ഭാര്യ മോളമ്മയ്ക്കും അവരുടെ രണ്ട് മക്കൾക്കും അന്ന് ആ ദിവസം വളരെ സന്തോഷമായിരുന്നു. കാരണം അവരൊരു കാറ് വാങ്ങിച്ചു. കുറച്ച് നാളത്തെ ആഗ്രഹമാണ് ഒരു കാറ് വാങ്ങണം എന്നുള്ളത്. മാത്തുക്കുട്ടിക്ക് ബാങ്കിലാണ് ജോലി. മാത്തുക്കുട്ടി ജോലിക്ക് പോകുന്നത്, മാത്തുക്കുട്ടിക്ക് ഒരു ബുള്ളറ്റ് ഉണ്ട്, അതിലാണ് പോകുന്നത്. കാറ് വാങ്ങിക്കാൻ താമസിച്ചത് ഒരു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ മക്കളുടെ പഠനം ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി എന്നുള്ളതായ ആ ഒരു തീരുമാനമായിരുന്നു. എന്നാൽ മോളമ്മയ്ക്കായിരുന്നു നിർബന്ധം, നമുക്കൊരു കാറ് വേണം, എല്ലാവർക്കും നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ വീടുകൾക്കും കാറുണ്ടല്ലോ, നമുക്ക് ഒരു കാറ് വാങ്ങാം. അങ്ങനെയാണ് കാറ് വാങ്ങിയത്. അപ്പം കാറ് വാങ്ങിച്ചിട്ട് അന്ന് ശനിയാഴ്ച കാറ് കൊണ്ടുവന്ന് പിറ്റേ ദിവസം ഞായറാഴ്ച പള്ളിയിൽ പോകാൻ വേണ്ടി എല്ലാവരും ആ കാറിലാണ് പോകാൻ വേണ്ടി ഒരുങ്ങിയത്. തന്നെയല്ല, പള്ളിയിൽ ചെന്ന് അച്ഛനെയും കൊണ്ട് ആ കാറ് ഒന്ന് വെഞ്ചരിക്കണം, അച്ഛനെ വിളിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം, പുതിയ കാറല്ലേ. അങ്ങനെ വളരെ സന്തോഷത്തോടെ അവർ പള്ളിയിലേക്ക് യാത്ര തിരിച്ചു. കാറിലാണ്. ഈ മാത്തുക്കുട്ടിയുടെ വീടിൻ്റെ മുൻവശം ഒരു തോടാണ്, അതായത് നല്ല വെള്ളമൊഴുക്കുള്ളൊരു തോടാണ്. അപ്പോൾ ഈ തോടും ഈ മാത്തുക്കുട്ടിയുടെ വീടിൻ്റെ നടുഭാഗത്തോടാണ് റോഡ് കടന്നു പോകുന്നത്. സാമാന്യം ഒരു വണ്ടി നല്ലപോലെ കടന്നു പോകും. അപ്പം ഈ വണ്ടി അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി മോളമ്മ പറഞ്ഞു, മാത്തുക്കുട്ടിച്ചാന് വണ്ടി നല്ലപോലെ ഓടിക്കാൻ അറിയത്തില്ല, നമുക്ക് ആരെയും വിളിച്ചുകൊണ്ട് പോകാം, ഡ്രൈവറെ വിളിക്കാം നമുക്ക് പറഞ്ഞു. അപ്പം മാത്തുക്കുട്ടി പറഞ്ഞു, വേണ്ട, ഞാൻ ഓടിച്ചോളാം, എനിക്ക് സാമാന്യം വണ്ടി ഓടിക്കാം, അത്ര എക്സ്പെർട്ട് ഡ്രൈവർ അല്ലല്ലോ ഞാനെങ്കിലും എനിക്ക് നമ്മുടെ വണ്ടി ഞാൻ തന്നെ ഓടിച്ചുകൊണ്ട് പോകാം, അതാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞു. ആ ശരി, മാത്തുക്കുട്ടിയുടെ ആ തീരുമാനത്തിൽ മോളമ്മയും സമ്മതിച്ചു. അങ്ങനെ പള്ളിയിൽ പോയിട്ട് അവർ പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞു വന്ന് അച്ഛനോട് വിവരം പറഞ്ഞു. അച്ഛൻ വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പള്ളിയിലുള്ള ആ ഇടവക്കാരും മറ്റുള്ളവരും സ്നേഹിതന്മാരും ഒക്കെ പറഞ്ഞു, മാത്തുക്കുട്ടി കാറ് വാങ്ങിച്ചല്ലോ, നല്ല കാറാണ്, എല്ലാവരും വന്ന് കാറ് കാണുകയൊക്കെ ചെയ്തു. അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് അവർ കാറിൽ മടങ്ങി വീട്ടിലേക്ക് വന്ന വഴിക്ക് കടയിൽ നിന്ന് അത് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കടയിൽ കയറിയിട്ട് മീൻ വാങ്ങിച്ചു, പഴം വാങ്ങിച്ചു, അങ്ങനെ വീട്ടിൽ വേണ്ട ചില്ലറ സാധനങ്ങളൊക്കെയും വാങ്ങിച്ച് അവരിങ്ങനെ സന്തോഷിച്ച്, ഒരു കാറിൽ ഉള്ള യാത്രയല്ലേ, ആദ്യമായിട്ടാണല്ലോ മക്കളെല്ലാം കൂടെ സ്വന്തം കാറിൽ പോകുന്നത്. അങ്ങനെ ഒരു സന്തോഷം അവർക്കുണ്ടായി. മക്കൾ രണ്ടുപേരും ബാക്കിലെ സീറ്റിൽ അവർ വർത്തമാനം പറഞ്ഞ് അവരിങ്ങനെ ചേട്ടത്തി അനിയത്തിയും കൂടെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു. അവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ രണ്ട് പെൺമക്കളാണ് മാത്തുക്കുട്ടിക്കുള്ളത്. മൂത്ത മോള് +1 പഠിക്കുന്നു, രണ്ടാമത്തോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പം നല്ല സന്തുഷ്ടമാകുന്നൊരു കുടുംബം, നല്ല സന്തോഷമായിട്ട് കഴിയുന്നൊരു കുടുംബമാണ് അവരുടെ. അങ്ങനെ യാത്ര, കടയിൽ നിന്ന് സാധനങ്ങളും വാങ്ങിച്ച് അവർ ഇങ്ങനെ യാത്ര വീട്ടിലേക്ക് കടന്നു വരും. അവിടെ നിന്നൊരു 6-7 കിലോമീറ്റർ വേണം പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ വേണ്ടി. ഒരു 7 കിലോമീറ്റർ യാത്രയുണ്ട്. അപ്പം വന്ന വഴിക്ക് മോളമ്മ പറഞ്ഞു, മാത്തുക്കുട്ടിച്ചായ, പിന്നെ നമുക്ക് അടുത്ത ഞായറാഴ്ച എൻ്റെ വീട്ടിലോട്ട് പോകണം, ഞാൻ ഒത്തിരി ദിവസമായല്ലോ അങ്ങോട്ട് പോയിട്ട്, ഒത്തിരി നാളായല്ലോ, മമ്മി സുഖമില്ലാതിരിക്കുകയില്ലയോ, അതുകൊണ്ട് നമുക്ക് പോയി മമ്മി ഒന്ന് കാണണം. തന്നെ നമ്മൾ പുതിയ കാറ് വാങ്ങിച്ച വിവരം ആ മമ്മി ഒന്ന് കാണട്ടെ, മമ്മിക്ക് എന്ത് സന്തോഷമായിരിക്കും നമ്മളൊരു കാറ് വാങ്ങിച്ചത് എന്ന് പറഞ്ഞു. ആ ശരി, നമുക്ക് അടുത്ത ഞായറാഴ്ച പോകാമെന്ന് പറഞ്ഞവർ അവരുടെ വീടിൻ്റെ മുൻവശത്ത് വന്നു. അപ്പം ആ വീടിൻ്റെ മുൻവശത്ത് അങ്ങേ സൈഡിൽ ഒരു തോടാണ്, വെള്ളം ഒഴുതൊരു തോടാണ്. അപ്പം മാത്തുക്കുട്ടി പറഞ്ഞു, എന്നാൽ ഗേറ്റ് തുറക്കുക. മോളമ്മ പെട്ടെന്ന് ഇറങ്ങി ഗേറ്റ് തുറക്കാൻ വേണ്ടി മോളമ്മ ചെന്ന് ഗേറ്റ് തുറന്നപ്പം മാത്തുക്കുട്ടി വണ്ടി വീട്ടിലോട്ട് കയറ്റാൻ വേണ്ടി പെട്ടെന്ന് വണ്ടി ഗിയർ മാറി വണ്ടി മുന്നോട്ടെടുത്തു. എന്നാൽ ഗിയർ സ്ലിപ്പായിട്ട് അത് റിവേഴ്സ് ഗിയറിലിട്ട് വീണിട്ട് മാത്തുക്കുട്ടി ആക്സിലേറ്ററിൽ കാലമർത്തിയെങ്കിലും ആ വണ്ടി നേരെ പുറമോട്ട് വന്ന് അത് കൂപ്പ് കുത്തി ആ തോട്ടിലേക്ക്, ആ വെള്ളത്തിലേക്ക് മറിഞ്ഞ് വീഴുകയാണ് ചെയ്തത്. പെട്ടെന്ന് മോനമേത് കണ്ട് അവിടെ കിടന്ന് ബഹളം വെച്ചു. അവിടെ കിടന്ന് അയ്യോ എന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ബഹളം വെച്ചു. ചുറ്റുപാടുള്ളവരൊക്കെ ഓടി വന്ന് നോക്കിയപ്പോൾ ആ വണ്ടി, അവർ വാങ്ങിച്ച പുതിയ വണ്ടി ആ വെള്ളത്തിലേക്ക് മുങ്ങിത്താഴ്ന്നാണ് കണ്ടത്. ആർക്കെന്ത് ചെയ്യാൻ സാധിക്കും? പെട്ടെന്ന് നാട്ടുകാർ ഓടിക്കൂടി ആ വണ്ടി അവിടുന്ന് വലിച്ചു കയറ്റാൻ, പെട്ടെന്നൊരു വണ്ടി വെള്ളത്തിൽ നിന്ന് വലിച്ചു കയറ്റാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. എങ്കിലും അവരെല്ലാവരും കൂടി സഹകരിച്ച് ആ വണ്ടി വെള്ളത്തിൽ നിന്ന് വലിച്ചു കയറ്റിയെങ്കിലും അതിലുണ്ടായിരുന്ന ആ 3 ജീവൻ ആ വെള്ളത്തിൽ തന്നെ പൊരിഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. എന്ത് ചെയ്യാനൊക്കും? നമ്മൾ മോളമ്മ അവിടെ കിടന്ന് തന്നെത്താൻ അടിച്ചു, അയ്യോ ഞാൻ ഒറ്റയ്ക്കായി പോയോ, എൻ്റെ മക്കളും എൻ്റെ മാതൃക എന്നെ ഇട്ടേച്ച് പോയോ, എന്നെ കൂടെ കൊണ്ടുപോകണം പറഞ്ഞ് തന്നെത്താൻ അടിച്ച് കരയുന്ന